നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനാണ്. അതായത് കഴിഞ്ഞ ദിവസം ഈയിടെ ഉണ്ടായ സിനിമാ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ അടിയിൽ ചിലരുടെ ചില കമൻസ് ഉണ്ട്. ആ കമൻസിന് മറുപടി പറയാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിനിമയിലെ മൂന്നുതരം മാഫിയകളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിൽ മട്ടാഞ്ചേരി മാഫിയയെക്കുറിച്ചാണ് സംസാരിച്ച ചോദ്യങ്ങൾ അതിലുണ്ടായി. ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരിയിലെ ജനങ്ങൾ ഉണ്ടാക്കിയൊരു മാഫിയയാണോ? ഇത് എറണാകുളത്തെ ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും ഒരിക്കലും ആ വീഡിയോ ഇടുമ്പോൾ വിചാരിച്ചത്, കാരണം വെച്ചാൽ കുറേ ആളുകൾക്കൊക്കെ, സിനിമാപരമായ ആളുകൾക്കൊക്കെ ഇതെല്ലാം ഈ ഒരു വിവാദം വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ കേൾക്കുന്നവർക്ക് ഇക്കാര്യത്തിലൊരു കൃത്യത ഉണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എനിക്ക് കമൻസ് വായിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് പലർക്കും ഇതിലുള്ള പല ടേംസും കൃത്യത മനസ്സിലായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുക, മട്ടാഞ്ചേരി എന്നത് ഒരു എറണാകുളത്തെ ഒരു നല്ല സ്ഥലവും അവിടുത്തെ ജനങ്ങളെല്ലാം നല്ല ആളുകളുമാണ്. എനിക്ക് അവിടെയുള്ള വ്യക്തിപരമായിട്ട് തന്നെ എനിക്ക് അവിടെ ചില ആളുകളൊക്കെ അറിയാം, നല്ല ആളുകളാണ്. ഈ മട്ടാഞ്ചേരി മാഫിയയും മട്ടാഞ്ചേരിയുമായി ഒരു ബന്ധവുമില്ല. പിന്നെ ഈ പേരെങ്ങനെ വന്നു? ചിലർ വിചാരിക്കുന്നത് മട്ടാഞ്ചേരിയിലുള്ള ചില സിനിമാ പ്രവർത്തകർ ഒന്നിച്ചുകൂടി നമ്മളൊരു മാഫിയ തുടങ്ങാം എന്ന് കരുതി. ഒരിക്കലുമല്ല. ഇതെങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഏത് വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും അത് കുറച്ച് പുറകിൽ നിന്നേ തുടങ്ങണം. അല്ലാണ്ട് ആ ഇമ്മീഡിയറ്റ് വിഷയത്തിലല്ല വരേണ്ടത്, അതിലേക്ക് എത്തിച്ചൊരു ഘടകമുണ്ട്. ഒരാൾ മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാലും, ഒരാൾക്ക് ആ മരണത്തിന് തൊട്ട് മുമ്പായിട്ട് ഒരു പനി വന്നു, ഓക്കെ, പനി കാരണം മരിച്ചു. എന്താ പനി വരുന്നൊരു മുഴുവൻ ലോകത്ത് മരിക്കും. അല്ലെങ്കിൽ അയാൾക്കൊരു കിട്ടം വന്നു, അല്ലെങ്കിൽ അയാൾക്കൊരു ചുമ വന്നു. ഈ ചുമ വരുന്ന മൊത്തം ആൾക്കാർ ലോകത്ത് മരിക്കാറുണ്ടോ? പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഒരു 80-81% കോശങ്ങൾ മരിക്കുമ്പോൾ ആ വ്യക്തി ഹാർട്ട് അറ്റാക്കോ എന്തെങ്കിലും വന്ന് മരിക്കുന്നു. ഇതാണ്, അതായത് ഒരാളുടെ മരണം അയാൾ ജനിച്ച അന്ന് മുതലേ അയാളുടെ കോശങ്ങൾ മരിച്ച് 1-ാം വയസ്സ് മുതലേ മരണം തുടങ്ങി 82-ലെത്തുമ്പോൾ അത് ടോപ്പിലെത്തിയതാണ് സംഭവം. ഇതുപോലെ ഒരു മാഫിയ ആയാലും ഒരു ഗ്രൂപ്പിനെ കുറിച്ചായാലും എന്ത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം, അത് എവിടുന്ന് തുടങ്ങി എന്നുള്ളത് പഠിക്കണം. അതായത് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനലിൽ സാജൻ സക്കറിയ അതുമായി ബന്ധപ്പെട്ട ഇവരുടെ ടീമിൽ നിന്ന് തന്നെയുള്ള ഒരാൾ നടത്തിയ ഒരു ഇൻ്റർവ്യൂമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വിവാദം മൊത്തം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. സിനിമയിൽ ഇങ്ങനെ ഒരു മട്ടാഞ്ചേരി മാഫിയ ഉണ്ടെന്നും അവരെപ്പോഴും അവരുടെ സിനിമകളിൽ തുടർച്ചയായി, ഏതെങ്കിലും ഒരു സിനിമയല്ല, തുടർച്ചയായിട്ട് അവരുടെ എല്ലാ സിനിമകളിലും നടക്കുന്നത് നായർ, നമ്പൂതിരി, മേനോൻ, ഇങ്ങനെ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളെ വില്ലന്മാരാക്കി അവരെ വളരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നു. മാത്രമല്ല, കേരളത്തിലെ ചില പ്രമുഖ നടന്മാരുടെ സിനിമയെ ആദ്യത്തെ ആഴ്ച നല്ല സിനിമകളെപ്പോലും അവർ ശക്തമായി ഡീഗ്രേഡ് ചെയ്യുന്ന കമൻസുകളും പോസ്റ്റുകളും ഇടുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇങ്ങനെ അപ്പോൾ എന്നിട്ട് ഞാനത് കൺക്ലൂഡ് ചെയ്തത് ഇങ്ങനെയാണ്. മട്ടാഞ്ചേരി മാഫിയെ സംബന്ധിച്ചിടത്തോളം സവർണ ജാതിക്കാരെ വളരെ മോശമാക്കിക്കൊണ്ട് ബോധപൂർവം അജണ്ട സെറ്റ് ചെയ്ത് സിനിമ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഇന്ത്യയിലുണ്ട്. അവർക്ക് സിനിമ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലുള്ള സിനിമകൾ കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതേപോലത്തെ സവർണ വിഭാഗങ്ങൾക്കുമുണ്ട്. എപ്പോഴും നായർ, മേനോൻ, അയ്യർ, നമ്പൂതിരി വിഭാഗങ്ങൾ ആളുകൾക്ക് എന്ത് ചെയ്യാം, അവരെ ബോധപൂർവ്വം മോശമാക്കുന്ന സിനിമകൾ ഇനി കാണില്ല എന്നൊരു തീരുമാനം അവർക്ക് എടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത്. പക്ഷേ ആ വീഡിയോയുടെ താഴെ ഒരുപാട് പോസിറ്റീവ്സ് വന്നെങ്കിലും ചിലരുടെ വളരെ നിഷ്കളങ്കമായ ചില ചോദ്യങ്ങൾ അതിലുണ്ടായി. പ്രധാനമായിട്ടും എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു ചോദ്യം, അതായത് മുമ്പ് റിലീസ് ചെയ്ത പല സിനിമകളിലും ഈ മട്ടാഞ്ചേരിയുമായി ബന്ധപ്പെട്ട് റെഫറൻസും അവിടെയുള്ള ജനങ്ങളെന്ന് പറഞ്ഞിട്ട് അവർ കാണിച്ചിരുന്നത് പലപ്പോഴും ഗുണ്ടകളെയും ക്രിമിനലുകളെയുമാണ്. നിങ്ങൾ പഴയ കുറേ സിനിമകൾ നോക്കൂ, ഞാൻ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്കെന്നെ നോക്കിയാൽ അറിയാം. അങ്ങനെ ഈ കണ്ടിന്യൂസ്ലി ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയെ, ശരിക്കും പറഞ്ഞാൽ ശരിക്കും ആ ഏരിയ അങ്ങനല്ല, പക്ഷേ ചില ഒരു വിഭാഗം സിനിമാക്കാർ തുടർച്ചയായിട്ട് ആ ഏരിയയിലെ ജനങ്ങളെ അങ്ങനെ വളരെ മോശമാക്കുന്ന രീതിയിൽ അവർ അവതരിപ്പിച്ചിരുന്നു. ഇങ്ങനെ വന്നപ്പോൾ പൊതുവിൽ പുതുതായിട്ട്, അതായത് മതം വളർത്തുക, ജാതി വളർത്തുന്ന ഒരു ടീം അവരുടെ അജണ്ട രൂപീകരിച്ചു കൊണ്ടൊരു സിനിമ ചെയ്യുമ്പോൾ ആ ടീമിനെ ഒരു വിഭാഗം ആളുകൾ വിളിക്കുന്ന പേരാണ് ഈ മട്ടാഞ്ചേരി മാഫിയ. മനസ്സിലാക്കണം, ഈ മുൻകാലങ്ങളിൽ ഇറങ്ങിയ സിനിമകൾ വെച്ച് ഈ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തിനൊരു ഇമേജ് കൊടുക്കുകയും അത് വെച്ച് ഇപ്പോൾ ഈ രീതിയിൽ സിനിമ ചെയ്യുന്ന ആളുകളെ ജനങ്ങൾ വിളിക്കുന്ന പേരാണ് ഈ മട്ടാഞ്ചേരി മാഫിയ. ഒരിക്കലും മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞാൽ മട്ടാഞ്ചേരിയിലെ ജനങ്ങൾ ഒരു വിഭാഗം കലാകാരന്മാർ ചെയ്യുന്നതല്ല. അവിടെ കുറേ നല്ല കലാകാരന്മാർ ഉള്ള ഏരിയ ആണ്. ഒരിക്കലും
ഈ മാഫിയയും ഈ പേരും അതുമായി ഒരു ബന്ധവുമില്ല. ഇതേപോലെ തന്നെയാണ് ഇപ്പം തിരുവനന്തപുരം മാഫിയ എന്ന് പറയുമ്പോൾ നിങ്ങളെന്താ മനസ്സിലാക്കി, തിരുവനന്തപുരം ജില്ലയിലെ കുറച്ച് ജനങ്ങളെല്ലാവരും കൂടെ ഉള്ള ജനങ്ങൾക്ക് മാത്രം അവസരം മതി എന്ന് പറഞ്ഞിട്ട് പരിപാടി തുടങ്ങിയതാണോ? ഒരിക്കലുമല്ല. തിരുവനന്തപുരം മാഫിയ എന്ന് പറയുമ്പോൾ അവരുടെ സിനിമകളിലും ആലപ്പുഴ, കോഴിക്കോട്, കാസർഗോഡിലുള്ള ആളുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഈവൻ ഇൻക്ലൂഡിങ് എറണാകുളം ഉള്ള ആളുകളൊക്കെ അവരെ ഇതിലുണ്ട്. പക്ഷേ അത് ലീഡ് ചെയ്യുന്ന അതിലെ പ്രധാനമായിട്ടുള്ള ഒരു നടൻ്റെ ജില്ലയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് ഈ മാഫിയ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ എറണാകുളം മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എറണാകുളം മാഫിയയുടെ സിനിമയിൽ തിരുവനന്തപുരത്ത് ആളുകളുണ്ട്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ആ ടൈപ്പ് സിനിമകളെ അവർ ആ ഗ്രൂപ്പായി ഉപയോഗിക്കുന്ന അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം ചിലപ്പോൾ അവരുടെ കൂട്ടുകാരുമായി ചെയ്യുന്ന സിനിമകളാണ്. ഇത്തരം സിനിമകളെയാണ് എറണാകുളം മാഫിയ എന്ന് പറയുന്നത്. അല്ലാതെ എറണാകുളത്ത് ജനങ്ങൾ മാത്രം ചെയ്യുന്നുണ്ടാക്കുന്ന സിനിമേനെ അല്ല എറണാകുളം മാഫിയ എന്ന് പറയുന്നത്. അങ്ങനെ തെറ്റിദ്ധാരണ വേണ്ട. അപ്പോൾ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ ചെയ്യുന്ന സിനിമയെ അല്ല. അത് ജനറലി മുൻകാലങ്ങളിൽ മട്ടാഞ്ചേരിയെ വളരെ മോശമാക്കിക്കൊണ്ട് പല സിനിമകളും വന്നു. അതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു ടീം 2014 അവർ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവരെ ജനറലി ജനങ്ങൾ വിളിക്കുന്ന പേരാണ് മട്ടാഞ്ചേരി മാഫിയ. ഒരിക്കലും മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമാണ്. കമൻറ്റിൻ്റെ അടിയിൽ പലരും ചോദിക്കുകയുണ്ടായി, ഇങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കലൊന്നുമില്ല, അതൊക്കെ എൻ്റെ ഭാവനാ വിലാസമാണ് എന്ന് പറഞ്ഞു. ശരി, എനിക്ക് ആ കമൻറ്റ് എഴുതിയ ആളുകളോട് പറയാനുള്ളത്, ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരാഴ്ച കൊണ്ട് തന്നെ 50 കോടി കിട്ടി, 2 ആഴ്ച കൊണ്ട് 100 കോടി കിട്ടി എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമകൾ വരുന്നുണ്ടല്ലോ. ശരി, സമ്മതിച്ചു, ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നു, ഇവിടെ പലപ്പോഴും തിയേറ്ററുകൾ വേക്കൻ്റ് ആണ്, പക്ഷേ എന്നിട്ടും ഇവർക്ക് ഈ പൈസ കിട്ടും, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇത്ര പൈസ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ 10 കോടി കിട്ടിയ ഒരു സിനിമയെ 50 കോടി കിട്ടി എന്ന് പറയുമ്പോൾ ഇത് ഒരു ഓപ്ഷനാണ് ഞാൻ ചോദിക്കുന്നത്. 10 കോടി കിട്ടുകയും ബാക്കി 40 കോടി അവനവൻ്റെ കയ്യിലെ കള്ളപ്പണം വെളുപ്പിക്കുകയാണെങ്കിലോ? അങ്ങനെ ആയിക്കൂടെ? എങ്കിൽ ഞാൻ ഇനി മുതൽ ഈ 50 കോടി, 100 കോടി, 200 കോടി, 500 കോടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ തെളിവ് ചോദിക്കണം. ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവരല്ലേ ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഇത്ര കോടി കിട്ടിയെന്ന് പറയേണ്ടത്. അവർക്ക് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വെച്ച് പറയാം. മനസ്സിലാക്കുക. ശരിക്കും ഇനി അങ്ങോട്ട് വേണമെങ്കിൽ ഒരു തീരുമാനം എടുക്കാം. ഒരു തിയേറ്ററിൽ ഇപ്പോൾ 5 ഷോ എന്ന് വിചാരിച്ചു. ഒരു ഷോയിൽ ഉള്ള ആളുകളുടെ ഒരു ചുമ്മാ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഏതാണ്ട് കൂട്ടി നോക്കി അറിയാം എത്ര പേര് വന്നു. ഇങ്ങനെ 5 ഷോയുടെയും ഫോട്ടോസ് നമ്മൾ എടുത്തു വെക്കുകയും ഈ തിയേറ്ററിൽ ഇത്ര പേര് വന്നു, അങ്ങനെയുള്ള 300 സെൻറ്റർ ആണെങ്കിൽ 300 സെൻറ്ററിൽ എത്ര പേര് ഓരോ ഷോയ്ക്കും വന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഗുണിച്ചു തരിക. അദ്ദേഹം ആ നിർമ്മാതാവായ മനുഷ്യൻ ഇങ്ങനെ കൃത്യമായിട്ട് ഗുണിച്ചു തരിക. ഇതാ ഈ ഇവിടെ വന്നിരിക്കുന്നത് 1000 ആളാണ്, 1000 ആൾ 150 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ 300 സെൻറ്ററിൻ്റെ പൈസ വന്നിട്ട് ഇങ്ങനെയാണ് എനിക്ക് 50 കോടി വന്നേ, ഇങ്ങനെയാണ് എനിക്ക് 500 കോടി കിട്ടിയേ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം. അല്ലാതെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പോൾ ഞാൻ ആളൊരു തരികടയാണെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഞാൻ എവിടെ നിന്നൊക്കെയോ എങ്ങനെയൊക്കെയോ ഇവിടുന്ന് പൈസയിട്ടേക്ക് എന്നോട് ചോദിക്കരുത്, ഞാൻ കുറേ പൈസ ആയിട്ട് വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ മുന്നിൽ എനിക്കിതൊന്നും കാണിക്കാൻ വയ്യ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു നിർമ്മാതാവിന്, ഒരു പ്രമുഖനായ നിർമ്മാതാവിൻ്റെ അടുത്ത് ചെല്ലുന്നു. ചേട്ടാ, എനിക്കൊരു സിനിമ ചെയ്യണം, ചേട്ടൻ്റെ പേരിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേംസ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും 25% ഇങ്ങനെ എടുക്കുന്നു. അപ്പം ഞാനൊരു അജണ്ട സെറ്റ് ചെയ്യുന്നു, എനിക്ക് എൻ്റെ മതപ്രചരണം, രാഷ്ട്രീയ പ്രചരണം. അപ്പം നമ്മളൊരു സ്ക്രിപ്റ്റായിട്ട് ചെല്ലുന്നു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വളരെ നിഷ്കളങ്കനായ സൂപ്പർ താരം, ഇദ്ദേഹം ഇങ്ങനെ സ്ക്രിപ്റ്റൊന്നും നോക്കാറില്ല, അതിനി ആര് നായകനായാലും വില്ലനായാലും ഇത് ആ രീതിയിലൊന്നും അവർ എടുക്കുന്നില്ല. സിനിമയെ വെറും കലയായിട്ട് എടുക്കുന്നു. അദ്ദേഹത്തിന് കൊടുക്കേണ്ട പണം ഞാൻ കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഡേറ്റ് പുഷ്പം പോലെ കിട്ടുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഏതെങ്കിലും നിരോധിക്കപ്പെട്ട സംഘടനയിലെ നേതാവിനെയോ ആരെങ്കിലും പിടിച്ചേടാ, നീ എനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതിത്താ, എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇന്നെ അജണ്ടകളാണുള്ളത്, നീ അത് വെച്ച് ഇതാക്കി തന്നപ്പോൾ അവൻ്റെ അജണ്ട അത് തന്നെ ആയതുകൊണ്ട് അവൻ അതേപോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ സിനിമ വിജയിക്കണമെന്ന് ഇങ്ങേർക്കില്ല, ബാക്കി എനിക്ക്. അതായത് ഇപ്പോൾ ഞാനൊരു 100 കോടിൻ്റെ സിനിമയാണ് ചെയ്ത് ആകെ 10 കോടിയെ കിട്ടിയില്ല, എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടാണ്. ഒന്നുകിൽ എനിക്ക് എൻ്റെ മതപ്രചരണം, അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണം, ഇതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ ഈ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്കൊരു നഷ്ടവുമില്ല. ഇയാൾക്ക് ഏതോ ഒരുത്തൻ സിനിമ പൈസ ഇറക്കുന്നു, എന്തെങ്കിലും കിട്ടുന്നതിൻ്റെ 25% ഇങ്ങേർക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒരു 40 കോടി കളക്ട് ചെയ്താൽ 10 കോടി ഒന്നും ചെയ്യാതെ ഇയാൾക്ക് കിട്ടും. പക്ഷേ ഇയാളുടെ റിസ്ക് ഫാക്ടർ എന്താണ്? എന്തെങ്കിലും വിഷയം വന്നാൽ ഇയാൾ ഉത്തരം പറയണം. ഇത്രയേ ഉള്ളൂ. അത് നിങ്ങളെ പടല്ലേ, നിങ്ങൾ നിർമ്മിച്ച പടല്ലേ എന്ന് വെച്ചാൽ ഇയാൾ പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു സിനിമ നമ്മൾ ചെയ്തു എന്ന് സങ്കല്പിച്ചോ. ഈ സിനിമയ്ക്ക് ആകെ 10 കോടിയാണ് കേരളത്തിൽ കളക്ട് ചെയ്തതെന്ന് സങ്കല്പിക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു തിയേറ്ററൊക്കെ ഉണ്ടെന്ന് വെറുതെ സങ്കല്പിച്ച രസത്തിന്. അപ്പം അവിടെ ആകെ 50 ആളാണ് വന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, 1000 പേരുടെയും ടിക്കറ്റ് അങ്ങ് കുത്തുന്നു. മനസ്സിലായോ? ഇങ്ങനെ 10 കോടി എന്നുള്ളത് ഞാൻ തന്നെ ആ കളക്ഷനിൽ 100 കോടിയാക്കി എനിക്ക് എൻ്റെ പൈസ വെളുപ്പിച്ചൂടെ?
എൻ്റെ 10 കോടി എന്നുള്ളത് യഥാർത്ഥ കളക്ട് ചെയ്ത് 10 കോടി, ഞാൻ 100 കോടി എന്ന് നാട്ടുകാരോടൊക്കെ എല്ലായിടത്തും പോസ്റ്റർ പൊട്ടിക്കുന്നത് എനിക്ക് 100 കോടി കിട്ടിയേ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തെന്താണ്, എല്ലായിടത്തും പോയിട്ട് എക്സ്ട്രാ വരാത്ത ആളുകളതൊക്കെ കുത്തി എന്താക്കി. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തെളിവ് വേണമെന്ന് പറഞ്ഞാൽ പോലും തെളിവുണ്ട്, ഫോട്ടോ എടുക്കാതിരുന്നാൽ മതി. തിയേറ്ററിൽ പോയിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് യോജിച്ചു വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കള്ളക്കടത്ത് നടത്തിയിട്ടോ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടോ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുത്ത ഈ പണം എനിക്ക് അത് വെള്ളയാക്കിക്കൂടെ? ചിന്തിക്ക്. ഇങ്ങനെയാണ്, ഇതും ഒരു മെത്തേഡാണ്. അല്ലെങ്കിൽ വെറും ചുരുങ്ങിയ ഇത്രയും കോടി കിട്ടാതെ ഒരാൾ എന്തുകൊണ്ടാണ് ഇത്രയും കോടി കിട്ടിയെന്ന് പറയുന്നത്? അപ്പോൾ അവർ യഥാർത്ഥത്തിൽ കള്ളപ്പണം വെളുപ്പിക്കുകയല്ല ചെയ്ത്. ചിന്തിക്കുക. പേരിൽ ആരെയെങ്കിലും ഞങ്ങൾക്ക് 100 കോടി കിട്ടി 200 കോടി കിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ തെളിവ് ചോദിക്കൂ. അല്ലെങ്കിൽ ഇൻകം ടാക്സ്, അവർ ടാക്സ് അടച്ചതിൻ്റെ ഓരോ സെൻറ്ററിലുള്ള ഫോട്ടോ എടുത്ത് അത് വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറയും. അല്ലാതെ ഇവരെന്തിനാണ് പറയുന്നത്? അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഇനി മുതൽ എത്ര കളക്ഷൻ കിട്ടിയെന്ന് പറയാൻ പാടുള്ളൂ. അങ്ങനെ പറയൂ. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നിങ്ങളൊരു ഇത് വരച്ചു നോക്കുക. അപ്പം തന്നെ മട്ടാഞ്ചേരി മാഫിയ കുലുങ്ങി. അത് ശരി, അത് നടക്കൂല എന്നറിയൂ. കാരണം അങ്ങനെ വളരെ സീരിയസ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത്തരം സിനിമകൾ ഉണ്ടാവില്ല. പ്രൊപ്പഗാൻഡ സിനിമകളും പിന്നെ മലയാളത്തിൽ ഇല്ലാതാവും. മുമ്പ് ബോളിവുഡിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അറിയുന്നവർക്കറിയാം, ഈ ദാവൂദ് ഇബ്രാഹിം, ഇങ്ങനെ കുറേ പാകിസ്ഥാൻകാരും കുറേ ടീമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഈ ഗൾഫിലുള്ള എന്നൊക്കെ ഇങ്ങനെ ഫണ്ട് എടുത്തിട്ട് അവരുടെ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് കുറേ സിനിമകൾ മുമ്പ് ബോളിവുഡിലുണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റൊക്കെ അവർക്ക് കിട്ടും, കാരണം അവർ ചോദിക്കുന്ന പടങ്ങൾ കൊടുക്കും. അതൊന്നും അവർക്കൊരു വിഷയമല്ല. പക്ഷേ ആ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലൂടെ അവരിങ്ങനെ അവരുടെ അജണ്ട ഇങ്ങനെ നടപ്പാക്കി വന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ തരികിടി ഒന്നും ഇപ്പം നടക്കുന്നില്ല. കാരണം ഗവൺമെൻറ് കറക്റ്റായിട്ട് അങ്ങോട്ട് ED ആയാലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഈ പണം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനാണ്, വേറെ ആൾ എന്നോട് പറയുകയാണ്, ചേട്ടാ ഞാൻ പൈസയൊക്കെ ഞാൻ മുടക്കിക്കോളാം, ചേട്ടനെ 25% എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ലാഭമാണ്. പക്ഷേ ഇതിൽ ബുദ്ധിമുട്ട് എവിടെ വരും? ഒരു ഇൻകം ടാക്സ് വന്ന് ചോദിക്കുകയാണ്, ഈ 50 കോടീൻ്റെ പടമാണ് ഞാൻ എടുക്കുന്നത്, ഞാനിതിൽ ഒരു രൂപ പോലും ചിലവാക്കുന്നില്ല എന്ന് വിചാരിച്ചോ. ഇൻകം ടാക്സ് ചോദിക്കുകയാണ്, ചേട്ടൻ ഈ 50 കോടി എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ മറുപടി പറയും? മറ്റവൻ്റെ പൈസയാണെന്ന് പറയാൻ പറ്റുമോ? അതിനാണല്ലോ, ആ റിസ്കിന് വേണ്ടിയാണല്ലോ എനിക്ക് 25% അവർ തരുന്നത്. അപ്പോൾ അവിടെ ഞാൻ പെടും. അപ്പോൾ ഇതെങ്ങനെ വേണം? വളരെ വിദഗ്ധമായി സിനിമ തീരുന്നവരെ ഇങ്ങനെ ആരും അറിയാതെ പോകണം, മനസ്സിലായില്ലേ? എന്നിട്ട് വേണം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതെനിക്കറിയില്ല, കാരണം പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉരുണ്ടും മറന്നൊക്കെ നിൽക്കാം. പിന്നെ ചിലർ എന്നോട് കമൻറ്റ് ചോദിച്ചു, നിങ്ങൾക്ക് മട്ടാഞ്ചേരി മാഫിയയിൽ നിന്ന് ഭീഷണിയുണ്ടോ, സന്തോഷമായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നു, ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ഭീഷണി കോളും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇനിയിപ്പോൾ ഒരാൾ നമ്മളെ കൊന്നു, ഇനിയിപ്പോൾ ആരും കൊല്ലുന്നില്ലെങ്കിലും നമ്മൾ എന്തായാലും ജനിച്ചവനൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ സമയത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ നമ്മളെ കൊല്ലാൻ തോന്നും എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇനി ആരും കൊന്നില്ലെങ്കിലും നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടതാണ്. ഐ ഡോണ്ട് കെയർ, ഐ ആം പ്രിപ്പയർഡ്. ഇപ്പോൾ കഴിഞ്ഞ വിഷുവിനെ നോക്കുകയാണെങ്കിൽ, ഇപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ സത്യം പറഞ്ഞാൽ നല്ലൊരു കളക്ഷൻ ഉണ്ടായി. പക്ഷെ അതിൻ്റെ കൂടെ ഇറങ്ങിയ സിനിമകൾ, ഞാൻ പേര് പറയുന്നില്ല, ആ സിനിമകൾക്കാണ് എല്ലായിടത്തും പോസ്റ്റും മറ്റേതായിട്ട് ഭയങ്കര സംഭവമാക്കി വരുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയെ തുടക്കം നന്നായിട്ട് ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടോ ഈ മട്ടാഞ്ചേരി മാഫിയ. പക്ഷേ അതിന് പറ്റാതെ വന്നപ്പോൾ പിന്നെ അത് കളക്ഷൻ ചെയ്തെങ്കിലും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ഇവിടെയില്ല. നിങ്ങൾ നോക്കണം. അതുപോലെ ലാലേട്ടൻ്റെ നേര് എന്ന് പറഞ്ഞ സിനിമ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആഴ്ച ശക്തമായ ഡിഗ്രേഡ് ഉണ്ടായിരുന്നു മട്ടാഞ്ചേരി മാഫിയ എന്നാണ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ സിനിമകൾ, അല്ലെങ്കിൽ ഉണ്ണിമുന്തൻജിയുടെ സിനിമകൾ, അതും അല്ലെങ്കിൽ സുരേഷ് ഗോപി സാറിൻ്റെ സിനിമകൾക്കൊക്കെ ഈ ശക്തമായ ഡിഗ്രേഡ് വരുന്നുണ്ട് ആദ്യത്തെ ആഴ്ചകളിൽ ഭയങ്കരമായിട്ട്. അപ്പോൾ നല്ല സിനിമയായിട്ട് പോലും ഒരുപാട് ഡിഗ്രേഡ് ഉണ്ടാകുന്നത് ഇവരിൽ നിന്നാണ്. പിന്നെ ഈ വിവാദം ഉണ്ടാക്കിയതൊന്നും മറുനാടൻ മലയാളിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ശരിക്കും അവരെ കൂടെ തന്നെ വർക്ക് ചെയ്ത ഒരു സംവിധായകയുടെ ഭർത്താവാണ് ഈ ഇത്രയും വിഷയങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചത്. അല്ലാതെ ഇതൊരു പ്രത്യേക ഒരാൾ ഉണ്ടാക്കിയൊന്നല്ല. ഇത് കുറേ പേർക്കൊക്കെ ഈ സംഭവം അറിയാമെന്നുള്ളതാണ് സത്യം. അതേപോലെ ഇതിൻ്റെ ഒരു മറുവശം, ഇപ്പോൾ മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാം. അതൊക്കെ അതും അല്ലെങ്കിൽ ജയ് ഗണേഷ് എന്ന് പറയുന്ന ഉണ്ണിമുന്തൻജിയുടെ സിനിമ, ഇതൊക്കെ ഒരു പ്രൊപ്പഗാൻഡ സിനിമകളാണെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമ എല്ലാം കണ്ട ജനങ്ങൾ ചിന്തിക്കുക, ഇതിലെന്ത് പ്രൊപ്പഗാൻഡ? അതിലെവിടെയും പറയുന്നുണ്ടോ നിങ്ങൾ ഇന്ന മതമാണ് നല്ലത്, ഇന്ന ജാതിയാണ് നല്ലത്, അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇന്ന രാഷ്ട്രീയക്കാർക്ക് വോട്ട് ചെയ്യണം അങ്ങനെ പറയുന്നുണ്ടോ? പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. പക്ഷെ അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് ആ സിനിമകളിലുണ്ടോ? അപ്പോൾ അത് നായകൻ ഉണ്ണിമുന്തൻ എന്ന് പറഞ്ഞാൽ അങ്ങേരായിപ്പോയി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അതിലേക്ക് ഡിഗ്രേഡ് ചെയ്യുന്നത്. മട്ടാഞ്ചേരി മാഫിയയോടൊപ്പം കൂടെ നിന്ന ഒരുപാട് പേർ ഇനിയും നിരവധി വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരും. അവർ കാരണം വഞ്ചിക്കപ്പെട്ട, അവർ കാരണം അവസരം നഷ്ടപ്പെട്ട കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് ഇനി വരും
എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എനിവേ വന്നാലും ഇല്ലെങ്കിലും ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇനി ഇങ്ങനെ ഒരു മാഫിയ ഇല്ല വിചാരിച്ചോ, ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. എല്ലാം നമ്മൾ സാങ്കേതിക അർത്ഥത്തിലാണ് ഇതൊക്കെ പറയുന്നത്. ഏത് സിനിമ ആയിക്കോട്ടെ, അതിന് ഏത് മാഫിയ ആയാലും, ഒരു മാഫിയൊന്നും ഇല്ല, ഏതൊരാൾ ചെയ്യുന്നൊരു സിനിമയായാലും ഞാൻ പറയുന്നു, നായർ, മേനോൻ, അയ്യർ അല്ലെങ്കിൽ നമ്പൂതിരി ഇതേപോലുള്ള ഹയർ കാസ്റ്റിൽ പെട്ട ആളുകളെ വളരെ മോശമാക്കി ബോധപൂർവം വില്ലൻ ആക്കി മാറ്റുന്ന സിനിമകൾ ചെയ്യാനുള്ള അർഹത അവർക്കുണ്ട്. ആ സിനിമയൊന്ന് കാണാതിരിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുമുണ്ട്. കാരണം നിങ്ങളുടെ പണം കൊണ്ട് അവരങ്ങനെ നന്നാവണ്ട. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഇനി ഇതൊന്നുമല്ല ഞങ്ങൾ കണ്ടിരിക്കും, നിങ്ങൾക്ക് അത്രയ്ക്കുള്ള സെൽഫ് റെസ്പെക്റ്റുള്ള, അത്രയ്ക്കുള്ള ഉളുപ്പ് അത്രയ്ക്കേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ കണ്ടോളൂ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ അടുത്ത ദിവസം ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.